വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അനധികൃത നിയമനം ആരോപിച്ച് കൗൺസിൽ യോഗത്തിനിടെ BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. മേയറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ച വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കഴക്കൂട്ടം കൗൺസിലർ കവിതയ്ക്ക് ശുചീകരണ തൊഴിലാളിയായി നിയമനം നൽകിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. സുതാര്യമായിട്ടാണ് നിയമനം നടന്നതെന്ന് ഭരണപക്ഷം മറുപടി നൽകി. ശുചീകരണ തൊഴിലാളി നിയമനത്തിൽ ഇഷ്ടക്കാരെ ഭരണപക്ഷം തിരികെ കയറ്റിയെന്നാരോപിച്ചായിരുന്നു BJPയുടെ പ്രതിഷേധം. കൗൺസിൽ യോഗം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ നടുത്തളത്തിലിറങ്ങിയ BJP കൗൺസിലർമാർ മേയറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ചു. മേയർക്കെതിരെ ഫ്ലെക്സും ബാനറും ഉയർത്തി. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി. ഭരണപക്ഷ അംഗങ്ങളും BJP കൗൺസിലർമാരും തമ്മിൽ നേരിയ കയ്യാങ്കളിയും ഉണ്ടായി. വരും ദിവസങ്ങളിൽ കോർപ്പറേഷനിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് BJP മുന്നറിയിപ്പ് നൽകി. ശക്തമായ പ്രതിഷേധം തുടരും. വളഞ്ഞ വഴിയിലൂടെ ഈ നിയമനം നടത്തുവാനുള്ള എല്ലാ നീക്കത്തെയും ഞങ്ങൾ തടയും. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ലിസ്റ്റ് ഇറക്കിയതെന്ന് ഭരണപക്ഷം പറഞ്ഞു. റാങ്ക് അനുസരിച്ചുള്ള നിയമനം നടത്തും. BJP കൗൺസിലർമാരുടെ അഴിമതി മറയ്ക്കാനാണ് പ്രതിഷേധമെന്നും ഭരണപക്ഷം തിരിച്ചടിച്ചു. ലിസ്റ്റ് പോലും എന്താണെന്ന് പഠിക്കാതെ എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാത്ത സമര രീതിയാണ് ഇത്തരക്കാരിൽ നിന്ന് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ജനാധിപത്യത്തിന് നേരെയുള്ള വല്ലാത്ത കടന്നാക്രമണമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പ്രതിപക്ഷ ബഹളത്തിനിടെ അജണ്ടകൾ പൂർത്തിയാക്കി കൗൺസിൽ അവസാനിപ്പിച്ച് മേയർ മടങ്ങി. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഭരണപക്ഷത്തിനെതിരെ കൂടുതൽ അഴിമതി ആരോപണം കൊണ്ടുവന്ന് പ്രതിരോധിക്കാനാണ് BJPയുടെ ശ്രമം. മീഡിയ 1 തിരുവനന്തപുരം.